ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ദാലിൻ്റെ റെസിപ്പിയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ അത് ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെയും ഒക്കെ കോമ്പിനേഷനായിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിനായിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇത്രയും ഞാനൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരുമിച്ച്. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം ഇത്രയും നമ്മൾ എണ്ണയിലേക്കിട്ട് കരിവേപ്പിലയും ഇട്ട് അതിനൊപ്പം വറ്റൽമുളകും കൂടെ ഇട്ട് അല്പം ഒരു സ്പൂൺ ഉപ്പ് എളുപ്പം വഴണ്ട് വരാനായിട്ടാണ് ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരാനായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കണം. ഇതൊന്ന് വഴണ്ട് വരാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയം കൊണ്ട് ദാലിനായിട്ട് മെയിൻ സംഭവത്തിലോട്ട് പോവാം. സാമ്പാർ പരിപ്പ്. അത് സാമ്പാർ പരിപ്പ് നന്നായിട്ടൊരു 3 വെള്ളം 4 വെള്ളമെല്ലാം കഴുകി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും വെച്ച് നമുക്ക് 3 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് 3 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ദാല് വയ്ക്കുമ്പോൾ അതിലും ഒരു നുള്ളു ഉപ്പ് ഇട്ട് വയ്ക്കുക. ശേഷം നമുക്ക് വേണ്ടതാണ് തേങ്ങാപ്പാൽ. തേങ്ങ അരച്ച് 2 പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും. ഇത് നമ്മൾ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും റെഡിയാക്കിയപ്പോൾ തന്നെ നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ തക്കാളിയും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ വരണം. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിങ്ങനെയല്ല, നന്നായിട്ട് ഇതിൽ വെച്ച് ഉടച്ചെടുത്തിട്ടാണ് നമ്മൾ കറിയിൽ ചേർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വയ്ക്കാം. കടായി വെച്ചോ തവി വെച്ചോ കരണ്ടി വെച്ചോ എന്തെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ആ ചൂടോടെ തന്നെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉടച്ച് പാകത്തിനെടുക്കാം. അപ്പോൾ പരിപ്പ് ഇവിടെ നന്നായിട്ട് നമ്മൾ ഉടച്ച് പാകത്തിനാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും ഇത്രയാണ് നമ്മൾ ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മസാലക്കൂട്ടും ഉള്ളിയും എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കുക്കറിലെ ബാക്കി അവശേഷിക്കുന്ന പരിപ്പിൻ്റെ വെള്ളവും കൂടി ചേർത്ത് അത് പരിപ്പിൻ്റെ ആ ഒരു മൊത്തം കലങ്ങി വരാനായിട്ട് ഒരല്പം വെള്ളം ചേർത്ത് ഞാൻ അതും കൂടെ ചേർക്കുന്നുണ്ട്. ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 2-ാം പാൽ, തേങ്ങയുടെ 2-ാം പാൽ വീത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ഏകദേശം ലോ ഫ്ലെയിമിൽ വെച്ച് തിളച്ച് വരുന്ന സമയത്ത് 1-ാം പാലും കൂടി നമുക്ക് വീത്തി അതിനെ ചെറുതായിട്ടൊന്ന് കുറച്ച് ഒരു 2 സെക്കൻഡ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം. 1-ാം പാൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി തീയിലിട്ട് ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ദാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദാലാണ്, അടിപൊളിയാണ്, നല്ല രുചിയാണ്. ചപ്പാത്തിക്കൊപ്പവും പൂരിക്കൊപ്പവും ദോശയ്ക്കൊപ്പവും അങ്ങനെ എല്ലാത്തിനൊപ്പം വളരെ സ്വാദിഷ്ടമേറിയ ഒരു ദാൽ കറി. ഇവിടെ ഞാൻ ചപ്പാത്തിക്കൊപ്പമാണ് ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തി 2 സൈഡും ചുട്ടെടുക്കുന്നുണ്ട്. ഇനി ചപ്പാത്തി ഫുൾക്ക പോലെ വേണമെങ്കിൽ നമ്മൾ ചപ്പാത്തി ഇടുമ്പോൾ തന്നെ ഒന്ന് അപ്പുറത്തെ സൈഡൊന്ന് മുരിഞ്ഞ് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന ആ സമയത്ത് ഡയറക്റ്റ് തീയിൽ വെച്ച് പൊള്ളിച്ചെടുത്താൽ ഫുൾക്കയാവും. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും ദാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബൈ ബൈ ഫ്രണ്ട്സ്.